പഴംപൊരി ഇഷ്ടാണോ? പാത്തുനും ഇഷ്ടാ, ബേബിക്കും ഇഷ്ടാ, എല്ലാവർക്കും ഇഷ്ടാ അല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ അടിപൊളി 2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിത് ഉണ്ടാക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? പഴംപൊരിയും നമ്മുടെ പോത്തിറച്ചി കറിയും. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്, ഇറച്ചിക്കറിയുടെ. അതിന് വേണ്ടിയിട്ട് കുക്കർ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതിലേക്ക് ഒരു 5-8 ഉലുവയും 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വന്നപ്പം ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതേസമയം നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയുടെ പീസും അതുപോലെ തന്നെ ഒരു 10-12 വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ 2-3 മിനിറ്റ് അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവോള ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം 1 കിലോ ഇറച്ചിയുടെ അളവിനാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ, പച്ചമുളകിൻ്റെ എണ്ണത്തിന്. അപ്പോൾ അതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തേങ്ങാക്കൊത്ത് ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. നിങ്ങൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പാത്തു ഉറങ്ങുമായിരുന്നു കേട്ടോ ഈ ഒരു സമയം. അപ്പോൾ പാത്തു ഇപ്പോൾ ഉണർന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അവളെ എടുക്കണം എന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് നിന്ന് തന്നെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ വേണ്ടത് ഗരം മസാല 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട്, നല്ല പോലെ പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ വിസിലിട്ടിട്ടില്ല നമ്മൾ, അല്ലാതെ തന്നെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും പാത്തു വീണ്ടും ഉറങ്ങിയപ്പോൾ ഞാൻ സോഫായെ കൊണ്ട് കിടത്തിയതാണ് കേട്ടോ. അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു കേട്ടോ അവൾക്ക്, അതുകൊണ്ടാണ് അവൾക്ക് പനി മാറാതെ നിന്നത്. ഇപ്പോൾ എന്തായാലും കുറഞ്ഞു വരുന്നുണ്ട്, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഞാനിത് 1 കിലോ ഇറച്ചി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ഇറച്ചിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കിലോ ഇറച്ചി കറി വയ്ക്കുന്നതിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ പൊടികളൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഈ ഒരു മസാല എല്ലാം ഇറച്ചിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിസിലിടാതെ തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഇറങ്ങാനായിട്ടാണ് നമ്മളിങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മസാലയൊക്കെ ഇട്ടിട്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഏത്തക്കാബോളി ഉണ്ടാക്കാനായിട്ട് നല്ലപോലെ പഴുത്ത 3 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എപ്പോഴും ഏത്തക്കാബോളി ഉണ്ടാക്കുമ്പോൾ നന്നായി പഴുത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഏത്തക്കാബോളിക്ക് 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട മാവൊക്കെ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പീസാക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനായതുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പല സൈസിൽ കട്ട്
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏത്തക്കാബോളിക്കുള്ള പഴമെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് ഏകദേശമൊക്കെ കുക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇത് കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനിയിപ്പോൾ അതും തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി കുക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് നമ്മളെപ്പോഴും തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം വിസിലിട്ടിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 8-9 വിസിലൊക്കെ വേണ്ടി വരും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് കുക്കാവുന്നതിൻ്റെ ടൈമിലും വ്യത്യാസം വരും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഏത്തക്കാബോളി ഉണ്ടാക്കാനുള്ള ബാറ്റർ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. അതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് പറയാം. 1.5 കപ്പ് മൈദയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ദോശമാവ്, അധികം പുളിയില്ലാത്ത ദോശമാവും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു 6 മണിക്കൂറോളം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നു. അപ്പം കുറച്ച് ടൈറ്റായെന്ന് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഏത്തക്കാബോളി ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള പഴംപൊരി റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഏതൊരമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കെയർ വേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രസവശേഷം. എന്തുകൊണ്ടാണ്? പ്രസവശേഷം ഒട്ടുമിക്ക അമ്മമാർക്കും വരുന്ന ഒരുതരം മാനസിക അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ഡിസോർഡർ. പെട്ടെന്ന് അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകുന്നു. കൂട്ടത്തിൽ ശാരീരിക അസ്വസ്ഥതകളും ഹോർമോൺ ചേഞ്ചസും, പിന്നെ കുഞ്ഞിനെ നോക്കണം, 2 hours കൂടുമ്പോൾ അവർക്ക് ഫീഡ് ചെയ്യണം, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, നേരത്തെ പോലെ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മാനസിക അസ്വസ്ഥത ഉണ്ടാക്കും. ഞാനും ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയതാണ്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, കാരണങ്ങൾ പോലും ഇല്ലാതെ. പക്ഷെ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ തന്നെ ആയിരുന്നു എന്ന്. എനിക്ക് ആ സമയത്ത് സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആതിരയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു ആ ഒരു സമയത്ത്. ഈ സമയത്ത് ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ സാമീപ്യം തന്നെയാണ്. പണ്ടുള്ളവരാണെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയുടെ മുറിയിൽ പോലും ഭർത്താവിനെ കയറ്റില്ല. ഇപ്പോൾ പിന്നെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പഴയപടി തുടർന്ന് പോകുന്നവരും ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ആളുകളുമുണ്ട്. നീ മാത്രമല്ലേ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നവർ. ചില ഭർത്താക്കന്മാർ പോലും ചോദിക്കും. പിന്നെ ചില സ്ത്രീകൾ തന്നെ പറയും, ഞങ്ങളും പ്രസവിച്ചതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ എന്ന്. അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ശരിക്കും ഇത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാം അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ ഒറ്റപ്പെട്ടു പോയ പോലെ തന്നെ നമുക്ക് തോന്നും. സമൂഹത്തിലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഈ ഒരു വിഷയം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓരോ അമ്മമാരും ഈ ഒരു സിറ്റുവേഷൻ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ധൈര്യത്തോടെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കുറ്റപ്പെടുത്തുന്നവരെ മാക്സിമം ഇഗ്നോർ ചെയ്ത് വിടുക. ഓരോ ഫാമിലിയും ഭർത്താക്കന്മാരും നമ്മളെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായാൽ മാത്രം മതി ഈ ഒരു സിറ്റുവേഷൻ ഈസി ആയിട്ട് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ള സമയത്ത് ചേർത്ത് പിടിക്കാൻ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അത് വാക്കുകളിൽ കൂടിയാണെങ്കിലും മതി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇന്നത്തെ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. കുക്കറിൻ്റെ വിസിലൊക്കെ പോയി കുക്കായി വന്നിട്ടുണ്ട് ഇറച്ചി. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലതായിട്ട് തിക്കായിട്ടുണ്ട് ഗ്രേവി. ഇറച്ചിയാണെങ്കിലും നല്ല പോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓണാക്കി നമ്മൾ വീണ്ടും അതൊന്ന് ഒരു 8 മിനിറ്റോളം തിളപ്പിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് ഒന്ന് യോജിച്ച് വരണം എല്ലാം കൂടെ ഒന്നുകൂടെ. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു പെപ്പറിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൂടെ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. അത് ബേബിക്ക് കൊടുക്കണോ? ഇത് എന്നെ കഴിക്കുന്നേ? അല്ല പാത്തു
പഴംപൊരിയാ? പഴംപൊരി ഇഷ്ടാണോ? പാത്തൂനും ഇഷ്ടാ, ബേബിക്കും ഇഷ്ടാ? എല്ലാവർക്കും ഇഷ്ടാ അല്ലേ? പനി കുറഞ്ഞോ? ചുമ കുറഞ്ഞോ? കുറഞ്ഞു. എല്ലാരും ചോദിക്കുന്നുണ്ട് പാത്തൂന് ചുമ കുറഞ്ഞോന്ന്. എല്ലാരും ചോദിച്ചു പാത്തൂന് ചുമയും പനിയും കുറഞ്ഞോന്ന്. ആ, കുറഞ്ഞെന്ന് പറ. അമ്മ പറഞ്ഞോ? സൂപ്പറാണോ? അവല് വേണോ കുഞ്ഞിനിപ്പൊ കഴിക്കാൻ? ഇപ്പൊ വേണ്ട. ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് വേണ്ടപ്പം നമ്മളത് എടുത്താൽ മതിയാക്കും. അപ്പോൾ പാത്തൂസ് ആണെങ്കിൽ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് നല്ല കളിയാണ്. ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, ഡോക്ടറാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ആൾ കൈയൊക്കെ കഴുകുകയാണ് കേട്ടോ. കിച്ചൺ സെറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലാകുമ്പോൾ പൈപ്പൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഴംപൊരിയും ഇറച്ചിക്കറിയും കൂടെ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചാണ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും ബാത്തും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ബാത്തുവിന് പഴംപൊരി അല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ഇറച്ചിയിൽ മുക്കി കഴിക്കാൻ പറഞ്ഞിട്ടും ആളത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.